ഗുഡ് മോർണിംഗ്. എത്ര നല്ലൊരു പ്രഭാതമാണല്ലേ, പ്രത്യേകിച്ചും അത് കന്യാകുമാരിയിലാവുമ്പം അതിൻ്റെ ഭംഗി ഒന്ന് വേറെ തന്നെയാണ്. ഇത്തവണ യാത്ര സകുടുംബമാണ്. ഇന്ദുണ്ട്, ചിപ്പിയുണ്ട്, ഇന്ദുവിൻ്റെ സഹോദരൻ അച്ഛൻ സത്യമാമനും ഉണ്ട്. ഇന്ദുവിൻ്റെ അമ്മയുടെ ബലി ചടങ്ങുകളുടെ ഇത് ചെയ്യാനായിട്ടാണ് ഇത്തവണ കന്യാകുമാരിയിലെത്തിയത് രാവിലെ. അത് മാത്രമല്ല, അതിനോടൊപ്പം ഒരു നീണ്ട യാത്രയുണ്ട്. തിരുച്ചെന്തൂർ വഴി ഒക്കെ പോയി കറങ്ങി വരാമെന്ന് കരുതി പോവുകയാണ്. കന്യാകുമാരി എത്ര മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണല്ലേ, പ്രത്യേകിച്ചും ഈ ഒരു മണ്ഡപം ഞങ്ങൾ ചിറങ്ങിയിരുന്ന് വെളുപ്പാങ്കാലത്തെ വണ്ടിയൊക്കെ ഓടിച്ച് ഇവിടെ പോയി സ്ഥലം പിടിച്ച് ഇരുന്ന് ഈ ഉദയം കണ്ടിട്ടുണ്ട്. ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത, ആ മണ്ഡപത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ കിഴക്ക് ദിശയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് തിരുവള്ളവരുടെ തലയ്ക്ക് മുകളിലൂടെ സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുന്നത് കാണുവാൻ പറ്റും. ചിപ്പി ഈ കാഴ്ചകളൊക്കെ കണ്ട് പതുക്കെ അവിടുത്തെ മണൽ തീരത്ത്, ഇവിടെ കുതിര ഓടിക്കുന്ന സ്ഥലമാണ്, അവിടെ അവൾ കിടന്ന് ഓടുന്നുണ്ട്. ചെറിയൊരു ചുമയുണ്ട്, അതിൻ്റെ അസ്കിതകൾ കൂടെ കൊണ്ട് പതുക്കെയൊക്കെ നടന്ന് ഞങ്ങൾ കർമ്മങ്ങളെല്ലാം കഴിഞ്ഞ് തിരിച്ച് പോകാനുള്ള ഒരുക്കത്തിലാണ്. കന്യാകുമാരി ഓരോ തവണ യാത്ര ചെയ്യുമ്പോഴും അതിൻ്റെ മനോഹാരിത കൂടുന്നതല്ലാതെ ഒരിക്കലും അത് കുറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണല്ലോ ഇത്രയും പേര് ഈ സ്ഥലത്ത് വരുന്നത്. ലോകത്തിൻ്റെ തന്നെ പല ഭാഗത്തു നിന്ന് കന്യാകുമാരിയിലേക്ക് ആളുകൾ ഒഴുകിയെത്തുന്നുണ്ട്. അതിൽ ആത്മീയതയുണ്ട്, ടൂറിസമുണ്ട്, എല്ലാം ആൾക്കാരുടെ എല്ലാ രീതിയിലും മനസ്സ് നിറയ്ക്കാൻ പറ്റുന്ന എന്തോ ഒരു മാജിക്ക് കന്യാകുമാരിയിലുണ്ട്. ഇനി പർച്ചേസിൻ്റെ സമയമാണ്. ഞങ്ങൾ ഇന്ദുവിനൊരു ബാഗ് വാങ്ങിക്കണമായിരുന്നു. ഇന്ദു ചെന്ന് അവിടെ തൂക്കിയിട്ടിരിക്കുന്ന ബാഗുകളുടെ വിലയൊക്കെ പരിശോധിക്കുന്നുണ്ട്. നല്ലൊരു ബാർഗെയിനിങ്ങിന് തയ്യാറാവുന്നത് പോലെയാണ്. ഞങ്ങളെല്ലാം കൂടെ ഒന്ന് ബാർഗെയിൻ ചെയ്യുന്നുണ്ട്. അതെന്ത് ഇരുപതിനിടയിൽ കൂടെ ഉടുപ്പ് വാങ്ങിച്ചാക്കളെ. നോക്കട്ടെ മക്കളെ, കാണിച്ച അളവ് തന്നെ നോക്കട്ടെ. അളവ് തന്നെ അടിയത്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു പാട്ട് കേൾക്കാം. ഇത് പാടുന്നത് വേറെ ആരുമല്ല, അവിടെ കണ്ണ് കാണാൻ വയ്യാത്ത രണ്ട് ആൾക്കാർ ഇരുന്ന് പാടുന്നതാണ്. ആ പാട്ട് അല്ലെങ്കിൽ അവർ അത്രയെങ്കിലും നാളായിട്ട് കന്യാകുമാരിയിൽ ആ ഭാഗത്തുണ്ട്. നിങ്ങൾക്കത് കാണാൻ പറ്റും. വരുന്ന വളരെ ഭയങ്കരമായ അവിടെ സംവിധാനങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും ഒരു സ്പീക്കറിൽ കരോക്കെ പോലെ ഇട്ട് അവിടെ ഇരുന്ന് പാടുന്നത് കാണാൻ പറ്റും. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കന്യാകുമാരിയുടെ ഭാഗങ്ങളിൽ ഒന്നാണ് ആ രണ്ട് പേര്. നമ്മൾ കഴിയുന്ന സമയത്ത് പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഞങ്ങൾ കഴിയുന്നത് അവിടെ കൊടുക്കാറുണ്ട്. പാട്ടുപാടി ഉപജീവനം നടത്തുന്ന അവർ കന്യാകുമാരി സന്തോഷകരമായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോട്ടെ. ഇവരുടെ ഒരു ചിത്രം കൂടെ ഇല്ലാതെ ഈ കന്യാകുമാരിയുടെ ഉദയം പൂർത്തിയാവില്ലെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് പോയപ്പോഴേ പ്രാർത്ഥിച്ചിരുന്നു ഇവരുണ്ടാവണേ എന്നുള്ളത്. ദൈവഭാഗ്യത്തിന് അവരവിടെ ഉണ്ടായിരുന്നു. അവരും കൂടെ ഇരിക്കുമ്പോഴാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു ഫ്രെയിമിൽ ഇത്രയും മനോഹാരിത വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങളും പോകുമ്പം അവരെ കാണുക, നമ്മളിൽ കഴിയുന്ന എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ അവർക്ക് നൽകുക. ഓരോ യാത്രയും കുറേ കാഴ്ചപ്പാടുകളും കാഴ്ചകളൊക്കെ നമുക്ക് തരുന്നുണ്ട്, കുറേ അനുഭവങ്ങൾ. അത്തരം അനുഭവങ്ങൾ കന്യാകുമാരി ഇനിയും നമുക്ക് ഒരുപാട് തരട്ടെ. ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പതിയെ നടന്നു പോവുകയാണ്. രാവിലെ കച്ചവടം തുടങ്ങിയതിൻ്റെ തിരക്കുകൾ നടക്കുന്നുണ്ട്. ഒരുപാട് സാധനങ്ങളുണ്ട്, ബാഗുകൾ, വസ്ത്രങ്ങൾ, ഈ പറയുന്ന സ്പൈസസ്, സുഗന്ധവ്യഞ്ജനങ്ങൾ, അലങ്കാര വസ്തുക്കൾ, കക്ക കൊണ്ടും ചിപ്പി കൊണ്ടും ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരുപാട് അലങ്കാര വസ്തുക്കൾ. ഇതെല്ലാം ചേർന്ന് മഹാത്മാഗാന്ധി മണ്ഡപമൊക്കെ സൈഡിൽ കാണുന്നുണ്ട്. ഇവിടെ നിന്ന് ഒരിക്കൽ കൂടെ തിരിഞ്ഞ് കന്യാകുമാരിയെ ഒന്ന് നോക്കി ഞങ്ങൾ അടുത്ത ലൊക്കേഷനിലേക്ക് പോവുകയാണ്. പോകുന്ന വഴിയിൽ മഹാത്മാഗാന്ധി മണ്ഡപം കൂടെ ഒന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അടുത്ത സ്ഥലത്തേക്ക് പോകുന്നു. നന്ദി.